വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ക്യാരറ്റ് ഹൽവ. അതുപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോഴും കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞ് ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോയാലോ. ഇതിനു വേണ്ടി 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മളെടുത്തിട്ടുള്ള ക്യാരറ്റ് എല്ലാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പശുവിൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് നല്ലവണ്ണം ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലെ മുഴുവൻ ക്യാരറ്റും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചേർത്തിട്ട് ഈ നെയ്യിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml 2 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ക്യാരറ്റും പാലും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഇവിടെ മിക്സാക്കി കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് തിള വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ഇടയ്ക്കിടെ മാത്രം ഇളക്കി കൊടുക്കാം. തുടരെ ഇളക്കണം എന്നില്ല. ഇനി ആ വെറ്റി വരുന്ന ഒരു ടൈമിന് മാത്രമേ നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പാൽ ഏകദേശം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റൊക്കെ കുക്കായിട്ടും വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലോട്ടേക്ക് മധുരത്തിന് ആവശ്യമായുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ക്യാരറ്റിൻ്റെ മിക്സ് ഒന്നും കൂടി ലൂസായിട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം, അതായത് മിൽക്ക് പൗഡർ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് നല്ല പെട്ടെന്ന് തന്നെ കുറുകി വരും. പിന്നെ പാൽപ്പൊടി നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പാൽപ്പൊടിൻ്റെ രുചി ഇഷ്ടമുള്ളവർക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു രുചിയായിരിക്കും നമ്മുടെ ഈ ഒരു മിക്സിലുണ്ടാവുക പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി പാൽപ്പൊടി വേണ്ടാത്തവർക്ക് പാൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് കട്ടിയാകുന്നവരെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുന്നതനുസരിച്ച് നല്ല ടേസ്റ്റ് കൂടും. നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. നമ്മൾ നെയ്യ് ചേർത്തത് കൊണ്ട് അതധികം ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. നല്ല പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു ഭാഗമായിട്ട് വരും. അതുകൊണ്ട് നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പിസ്തയും ബദാമും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു പഞ്ചസാരൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. നമ്മളെ പാനിൽ നിന്നും എണ്ണ തെളിയുന്ന ഒരു പാകത്തിന് നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള പാലൊക്കെ വറ്റിയിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. കൂടുതൽ കട്ടിയാക്കി എടുക്കണ്ട. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു മിഠായിൻ്റെ ഒരു പരുവായിട്ട് വരും. അപ്പോൾ പൊതുവേ ക്യാരറ്റ് ഹൽവ ഒരു ഇത്തിരി ലൂസായിട്ടാണ് ഉണ്ടാവുക. അതാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാനിൽ നിന്നും ഇതുപോലെ വിട്ട് വരുന്നൊരു പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ബൗളിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമ്മുടെ കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമുക്കിതുപോലത്തെ ഒരു ഗ്ലാസ്സിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ വളരെ രുചിയായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ. പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴും കുട്ടികൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്.
കണ്ടില്ലേ നിങ്ങൾക്ക്. അപ്പോൾ പാൽപ്പൊടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. താല്പര്യം ഇല്ലെങ്കിൽ പാൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ പാൽപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കുറുകി കിട്ടുകയും ചെയ്യും. ആ ഒരു പാൽപ്പൊടിൻ്റെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്